ഇന്നത്തെ വീഡിയോയിൽ പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള IDE PyCharm എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൈത്തൺ ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ചിൽ പോയി പൈത്തൺ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ കാണുന്ന ഫസ്റ്റ് വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് കുറേ അധികം വെബ്സൈറ്റ്സ് കാണും പൈത്തൺ ഡൗൺലോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നല്ലത് പൈത്തണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനൊക്കെ കിട്ടും. ഞാനതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഡൗൺലോഡ് പൈത്തൺ 3.9.6 പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് ലെഫ്റ്റ് ബോട്ടത്തിൽ കാണാം ഇത് ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൗൺലോഡിങ് ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ അത് വന്ന് ഡൗൺലോഡായി കിടപ്പുണ്ടായിരിക്കും. ഞാൻ എൻ്റെ സിസ്റ്റത്തിലെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ പൈത്തൺ 3.9.6 amd.exe എന്ന് കിടപ്പുണ്ട്. അവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും. ഇവിടെ താഴെ വന്ന് നിങ്ങൾ ആഡ് പൈത്തൺ 3.9 to path എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മുകളിൽ പോയി ഇൻസ്റ്റാൾ നൗ അവിടെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോരുത്തരുടെയും ഇൻ്റർനെറ്റ് കണക്ഷൻ സ്പീഡിൻ്റെ അനുസരിച്ച് ടൈമിന് വ്യത്യാസം വരും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്ലോസ് കൊടുക്കുകയാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും പൈത്തൺ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട് എന്ന്? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സിസ്റ്റത്തിൽ സെർച്ച് ബാറിൽ പോയിട്ട് പൈത്തൺ എന്ന് അടിക്കണം. അപ്പോൾ കണ്ടില്ലേ, പൈത്തൺ 3.9 ഇവിടെ കിടപ്പുണ്ട്. അവിടെ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പൈത്തൻ്റെ എഡിറ്റർ കിട്ടും. ഇവിടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം പൈത്തൺ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ കൊടുക്കുവാണ്. 5 + 3 4 എന്ന് കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ട്, 9 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന്. നമുക്ക് ഇവിടെ വേണമെങ്കിലും നമുക്ക് കോഡ് എഴുതാം. പക്ഷേ നിങ്ങൾ വലിയ വലിയ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എഡിറ്റർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ഇനി നമുക്ക് PyCharm IDE എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബ്രൗസറിൽ പോയി PyCharm എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ കാണുന്ന ഫസ്റ്റ് വെബ്സൈറ്റ് JetBrains ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും. അവിടെ നിങ്ങളുടെ ഡൗൺലോഡ് പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 2 വേർഷൻ കിട്ടും, പ്രൊഫഷണലും കമ്മ്യൂണിറ്റിയും. നമുക്കിപ്പോൾ പഠിക്കാൻ വേണ്ടിയായിട്ട് കമ്മ്യൂണിറ്റി മതി. പ്രൊഫഷണൽ ആണെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയൊക്കെയാണ്. ഇപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയുടെ താഴെയുള്ള ഡൗൺലോഡ് പ്രസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ ലെഫ്റ്റിൽ കാണാം ഇത് ഡൗൺലോഡ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് സമയമെടുക്കും. നമ്മുടെ ഓരോരുത്തരുടെയും കണക്ഷൻ്റെ സ്പീഡ് അനുസരിച്ച് സമയത്തിന് വ്യത്യാസം വരും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നെങ്കിൽ ഇവിടുന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോയാലും ഇത് അവിടെ ഡൗൺലോഡഡായി കിടക്കുന്നത് കാണാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കണം. ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഫോൾഡർ തന്നെ മതി നമുക്ക്. അപ്പോൾ അവിടെ നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് എന്ന് കാണാം. അവിടെ നിങ്ങളത് എനേബിൾ ചെയ്യുക. പിന്നെ ഓപ്പൺ ഫോൾഡർ ആസ് പ്രോജക്റ്റ് അതും എനേബിൾ ചെയ്യുക. .py അതും എനേബിൾ ചെയ്യുക. അത് പൈത്തൻ്റെ ഫയൽ എക്സ്റ്റൻഷനാണ്. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതും കുറച്ച് സമയമെടുക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ റൺ PyCharm കമ്മ്യൂണിറ്റി എഡിഷൻ അത് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും. ഇവിടുന്ന് നിങ്ങൾക്ക് ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാം. ഈ വലത് വശത്ത് ടോപ്പിൽ ന്യൂ പ്രോജക്റ്റ് പ്രസ് ചെയ്യുക. താഴെ വലത് വശത്ത് നിങ്ങൾ വന്ന് ക്രിയേറ്റ് ചെയ്യുക. ഇത് നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. അവരോരോ ടിപ്പ് തരുന്നതാണ്, ക്ലോസ് ചെയ്യാം. ഇതെല്ലാം ഇത് main.py ഇത് അവരോരോ ഹിൻസ് ഒക്കെ തരുന്ന ടിപ്സ് ഹിൻസ് ഒക്കെ തരുന്ന അത് നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. പ്രോജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫയലിൽ പോയി സെറ്റിങ്സിൽ പോയി അപ്പിയറൻസ് കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് തീമൊക്കെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു ഡാർക്ക് തീമാണ് എനിക്കുള്ളത്. ഈ തീമിൻ്റെ ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഡാർക്ക് തീം ഇഷ്ടമുള്ളവർക്ക് ഡാർക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റ് തീമാണ് സെലക്ട് ചെയ്യുന്നത്.
അപ്പോൾ എനിക്കിതിപ്പോൾ വൈറ്റ് തീമായി കിട്ടി. ഇവിടെയാണ് നമ്മൾ പൈത്തൺ പ്രോജക്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് പ്രോജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.